CPI കോട്ടയം ജില്ലാ സമ്മേളന റിപ്പോർട്ടിലെ വിമർശനങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് കടുത്ത അതൃപ്തി. CPI നിരന്തരം പാർട്ടിയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നതായാണ് കേരള കോൺഗ്രസിന്റെ വിമർശനം. വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തരുതെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. കോട്ടയത്ത് കേരള കോൺഗ്രസ് ആണോ CPI ആണോ LDFിലെ രണ്ടാം കക്ഷി എന്ന കാര്യത്തിൽ ഇരു പാർട്ടികൾക്കുമിടയിൽ കല്ലുകടി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് CPI ജില്ലാ സമ്മേളന സംഘടനാ റിപ്പോർട്ടിലെ കേരള കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾ. ജോസ് കെ മാണിയും നേതാക്കളും മാത്രമേ LDFിൽ എത്തിയിട്ടുള്ളൂ. അണികൾ ഇപ്പോഴും UDFിലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കോട്ടയം സീറ്റിലെ ദയനീയ തോൽവി സംഘടനാ ദൗർബല്യം വ്യക്തമാക്കുന്നതായും റിപ്പോർട്ടിൽ വിമർശനമുണ്ടായി. CPIയുടെ ആഭ്യന്തര റിപ്പോർട്ടാണെങ്കിലും മാധ്യമങ്ങളിലൂടെ വിമർശനങ്ങൾ പുറത്തായത് കേരള കോൺഗ്രസിന് സൃഷ്ടിച്ച ക്ഷീണം ചെറുതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ മറുപടി പറഞ്ഞ് പ്രശ്നം വഷളാക്കണമെന്ന നിലപാടിലാണ് നേതൃത്വം. മന്ത്രി റോഷി അഗസ്റ്റിൻ സൂക്ഷ്മതയോടെയാണ് വിഷയത്തിൽ ഇന്നലെ പ്രതികരണം നടത്തിയെന്നതും ശ്രദ്ധേയമാണ്. കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിനെ ശക്തിപ്പെടുത്തുക, നിലപാടുകൾ സ്വീകരിക്കുക, ഇതൊക്കെയാണ് കേരള കോൺഗ്രസ് നേരത്തെയും ചെയ്തിട്ടുള്ളത്. ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരു കക്ഷിയെയും വിമർശിക്കുവാൻ കേരള കോൺഗ്രസ് തയ്യാറല്ല. അതേസമയം CPIയുടെ വിമർശനങ്ങൾ ഉയർത്തി കേരള കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നാണ് UDF പ്രതീക്ഷ. എന്നാൽ കേരള കോൺഗ്രസും CPIയും പരസ്പരം കൊമ്പുകോർക്കുന്നത് ഒഴിവാക്കാൻ CPM നേതൃത്വം കർശന ജാഗ്രത പുലർത്തുന്നുണ്ട്. ജോസി ബാബു, മീഡിയ 1, കോട്ടയം.